നിങ്ങളെ കൃത്യമായ നിലയിൽ നിങ്ങൾ നിലനിർത്തണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ ഓർമ്മപ്പെടുത്തലുകൾക്കനുസരിച്ചാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. അത് പടച്ച റബ്ബിനോടുള്ള മഹബത്തിന്റെ പ്രതികരണമാണ്. സഹോദരങ്ങളെ, റബ്ബിനെ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി അല്ലാഹുവിന്റെ ജലാലിയത്തോ അത് വല്ലാത്ത മഹത്വമുള്ളതാണ്. ഖുർആൻ അതിലേക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹുവിന്റെ ജലാലിയത്ത് അത് വലിയ പ്രൗഢതയുള്ളതാണ്, വലിയ ഗൗരവമുള്ളതാണ്. അവന്റെ സിഫത്തുകളിൽ ഖഹാർ എന്നു കാണാം, ജബ്ബാർ എന്നു കാണാം. സഹോദരങ്ങളെ, ഇതെല്ലാം അല്ലാഹുവിന്റെ ജലാലിയത്തിലേക്ക് സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ ആ ജലാലിയത്ത് ഓർമ്മപ്പെടുത്തുന്ന സൂക്തമാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്നത്. പിശാചിനെ തുരത്താനുള്ള ഏറ്റവും നല്ല ആയുധം ആയത്തുൽ കുർസിയാണ്. ഇത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, അതെ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല. ആ റബ്ബിന്റെ രണ്ടു തലങ്ങളെയാണ് ശേഷമുള്ള ഭാഗം പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു ഹയ്യ ഖയ്യൂമാണ്. അല്ലാഹുവിന്റെ ജലാലിയത്തിന് രണ്ടു തലമുണ്ട്. ഒന്ന് സ്നേഹത്തിന്റേതാണ്, മറ്റൊന്ന് കുറച്ചുകൂടെ പ്രൗഢമായ ഒരു അവസ്ഥയാണ്. ആ രണ്ടു തലത്തിലേക്കാണ് ഹയ്യ് ഖയ്യൂം. അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്, അവൻ സ്വയം പര്യാപ്തനാണ്. ഈ നിലക്ക് അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ രണ്ടു തലങ്ങളെ ഖുർആനിലൂടെ സൂചിപ്പിക്കുകയാണ്. ഹയ്യുൻ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. എന്നിട്ട് പറയാണ്, ഹയ്യ് എന്നതിനോട് ബന്ധപ്പെടുത്തി പറയാണ്. അതെ, അവൻ അതാ അടിമകളോട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഓ അടിമകളെ, അല്ലാഹു എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം, അവൻ ഉറക്കില്ല, തൂക്കി ഉറക്കുമില്ല. ഇത് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നു. എന്ന് പറഞ്ഞാൽ അടിമകളായ നമ്മൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഉറക്കില്ലാതെ ഉണർവിലായി റബ്ബ് തആല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് സ്നേഹത്തിന്റെ ഇടപെടൽ. എന്നാൽ അത് മാത്രമാണോ? അല്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, അവനുണ്ട് ആകാശങ്ങളിലും ഭൂമികളിലും അധികാരങ്ങളുണ്ട്. അതിന്റെ ആ ഒരു പ്രധാനപ്പെട്ട ഘട്ടവുമുണ്ട്. അതേ, റബ്ബിലേക്ക് ഖൗഫിനോടുകൂടെയും റജാഓടുകൂടെയുമാണ് അടിമകൾ ബന്ധപ്പെടേണ്ടത്. പ്രതീക്ഷയുടെ പ്രതികരണം ഒരു ഭാഗത്തുണ്ട്, പേടിപ്പിക്കുന്നതിന്റെ മറുഭാഗമുണ്ട്. അവിടെ ഒന്നുകൂടെ പറയാണ്, പേടിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേട്ട് പരിചയിക്കുന്നത് അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് കേട്ടിട്ട് ഇങ്ങനെ പേടിക്കുക. അങ്ങനെയല്ല, മഹബത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഖൗഫുണ്ട്. അതേതാ? സ്നേഹിക്കപ്പെടുന്ന വ്യക്തി അയാളെ കാണാൻ പറ്റില്ല എന്ന് വരുമ്പോൾ ബേജാറുണ്ട്. അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തി ദേഷ്യം പിടിക്കുന്നു എന്ന് വരുമ്പോൾ അവിടെ ഒരു ബേജാറുണ്ട്, പേടിയുണ്ട്. ഇതേപോലെ അല്ലാഹുവിലേക്ക് ഖൗഫ് എന്ന് പറയുന്നത് മഹബത്തിന്റെ തലത്തെയോട് ചേർത്ത് വെച്ചുകൊണ്ടുകൂടെ വായിക്കേണ്ടതുണ്ട്. മഹാന്മാർ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ആ നിലക്ക് ഖൗഫിനെയും റജാഇനെയും ചേർത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അവന്റെ പ്രൗഢതയെ അറിയിക്കുകയാണ്. ലാ തഖുദുഹു സിനത്തുൻ വലാ നൗം,
ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി. എന്നിട്ട് അല്ലാഹ് ചോദിക്കുക, ആരാണ് റബ്ബിന്റെ അനുമതിയില്ലാതെ ഈ പ്രൗഢമായ അധികാരത്തിന്റെ തലത്തിൽ നിൽക്കുന്ന പടച്ച റബ്ബിന്റെ സവിധത്തിൽ ശഫാഅത്ത് ചെയ്യുന്നത്? ആരുമില്ല, ആരുമില്ല. സ്നേഹജനങ്ങളെ, അല്ലാഹുവിന്റെ ജലാലിയത്തിന്റെ തലങ്ങളെ വിശദീകരിക്കുകയാണ്. എന്നിട്ടോ അവന്റെ കമാലിയത്തിലേക്കാണ് ശേഷം പോകുന്നത്. വലാ യഊദുഹു ഹിഫ്ദുഹുമാ. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്താണ് പറയുന്നത്? ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിയ കുർസിയുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അല്ലാഹുവിന്റെ വിശാലമായ വിവരത്തിലേക്കാണ്. ഒന്നിനെയും അവന്റെ മുന്നിൽ മറച്ചു വെക്കാൻ കഴിയില്ല. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫിസ് സുദൂർ. അതേ, മനസ്സിന്റെ എല്ലാ കാര്യങ്ങളെയും അല്ലാഹു അറിയുന്നുണ്ട്. കണ്ണിന്റെ കട്ടുനോട്ടത്തെ അറിയുന്നുണ്ട്. എല്ലാം അവന്റെ മുന്നിൽ കൃത്യമായി വെളിവാക്കപ്പെടുകയാണ്. ആ നിലയ്ക്ക് വിശാലമായ ജ്ഞാനമുള്ള അറിവുള്ള പടച്ച റബ്ബ് അതവന്റെ കമാലിയത്തിലേക്കാണ്. ഈ കമാലിയത്തും ജമാലിയത്തും ജലാലിയത്തുമുള്ള പടച്ച റബ്ബിനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അങ്ങനെ സ്നേഹിച്ചാലോ അപ്പോഴാണ് ഹൃദയത്തിന്റെ താല്പര്യം പൂർത്തിയാകുന്നത്. ഹൃദയത്തിന്റെ താല്പര്യം എന്താണ്? അതേ യഥാർത്ഥ മഹബ്ബത്തിലേക്ക് ചേരലാണ്. അതേ മനസ്സിന്റെ സംതൃപ്തി ലഭിക്കലാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയണം, അതേ അല്ലാഹുവിന്റെ സ്മരണ മനസ്സിനെ സംതൃപ്തിയിലേക്ക് എത്തിക്കുകയാണ്. റബ്ബിനോടുള്ള മഹബ്ബത്ത് അതാ വിശ്വാസിയുടെ മനസ്സിനെ സംതൃപ്തിയിലേക്ക് എത്തിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, എന്താണ് ഓർമ്മപ്പെടുത്തിയത്? അല്ലാഹുവിലേക്കുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്ത് അങ്ങ് കയറിയപ്പോ, അതങ്ങ് ലയിച്ചപ്പോ അവരെ മനസ്സിന്റെ താല്പര്യം അതാ പൂർണ്ണമാകുന്നു. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഒരു ചെറുപ്പക്കാരന്റെ അടുക്കലൂടെ നടന്നു പോകുകയാ. സ്നേഹജനങ്ങളെ, എല്ലാ അനുഗ്രഹങ്ങളും തരുന്ന ഏറ്റവും വലിയ രാജാവായ ആ അല്ലാഹുവിലേക്ക് മനസ്സിന് മഹബ്ബത്ത് ലഭിച്ചാലോ അത് വല്ലാത്ത ഒരു സംതൃപ്തിയുടെ അവസ്ഥയാ. മനസ്സിന്റെ തേട്ടമതാ, താല്പര്യമതാ. ആ താല്പര്യം ലഭിക്കുമ്പോൾ മനസ്സിൽ അതിലങ്ങ് ലയിക്കുകയാണ്. കണ്ണിന് കാണാൻ ചന്തമുള്ള കാര്യം കാണുമ്പോൾ കണ്ണതിലേക്ക് തന്നെ നോക്കുകയാണ്. അതേ, നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിന്റെയും അവസ്ഥ എങ്ങനെയാണ്, എന്നാൽ മനസ്സിന്റെ അവസ്ഥയും അങ്ങനെ തന്നെ. നിങ്ങൾ കണ്ടോ, ചരിത്രത്തിലുള്ള മഹാന്മാർ ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു പോകട്ടെ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ചെറുപ്പക്കാരന്റെ അടുക്കലൂടെ നടന്നു പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, അയാൾ ഒരു തോട്ടത്തിൽ നിന്നിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നു. നനച്ചുകൊണ്ടിരിക്കുമ്പോ ഫഖാല ശാബു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ ചെറുപ്പക്കാരൻ പറയാ, ഓ ഈസാ നബിയേ, സൽ റബ്ബക യർസുഖനി മിൻ മഹബ്ബതിഹി മിസ്കാല ദർറാ. ഓ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമേ, അല്ലാഹുവോടൊന്ന് ദുആ ചെയ്യോ, പടച്ചവനോടൊന്ന് ദുആ ചെയ്യോ. എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? അവനോടുള്ള മഹബ്ബത്തിന്റെ ഒരണുമണി എനിക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമോ? അപ്പോൾ ഈസാ നബിയുടെ മറുപടി, ഫഖാല ഈസാ ലാ തുതീഖു മിഖ്ദാറ ദർറത്തിൻ. കഴിയൂല, ഒരു അണുമണി തൂക്കം കഴിയില്ല. പിന്നെ എത്രയാ? നിസ്ഫു ദർറ,
ഒരു മണിയുടെ പകുതി, ആ പകുതി വേണമെങ്കിൽ ദുആ ചെയ്യാം. ഫഖാല ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു, യാ റബ്ബ് ഉർസുഖൂ നിസ്ഫ ദർറത്തിൻ മിൻ മഹബ്ബതിക, അല്ലാഹുവേ നിന്റെ മഹബ്ബത്തിൽ നിന്നുള്ള ഒരു പകുതി ഈ അടിമക്ക് നീ കൊടുക്കണേ. അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് ലഭിച്ചാൽ ആ ലഭിച്ച മനസ്സിന്റെ അവസ്ഥ എന്താണ്, അത് മനസ്സിലാകാനാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. ദുആ കിട്ടിയപ്പോ ആ ചെറുപ്പക്കാരൻ സംതൃപ്തിയിലായി. അയാളതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് പോയി. സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരനെ പിന്നെ കാണുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്വേഷിച്ചു. അപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ജുന്ന വദഹബ ഇലൽ ജിബാൽ, അയാള് ഭ്രാന്തനായിട്ട് പർവ്വത നിരയിലേക്ക് പോയിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ കാണാനില്ലല്ലോ. റബ്ബിലേക്ക് ഇഷ്കുള്ള മഹാന്മാരുടെ അവസ്ഥ എന്താണെന്നറിയോ? മഹബ്ബത്ത് മനസ്സിലേക്ക് വന്നാലുള്ള മാറ്റം എന്താണെന്നറിയണോ? അതിനുവേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പടച്ച റബ്ബിനോട് പറയുന്നു, അല്ലാ നിന്നോട് ഇഷ്ടം കിട്ടാൻ വേണ്ടി എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞ ചെറുപ്പക്കാരനെ ഒന്നെനിക്ക് കാണിച്ചു തരണേ. ആ ദുആക്ക് ഇജാബത്ത് കിട്ടി. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പർവ്വത നിരയിൽ നിന്ന് അദ്ദേഹത്തെ കാണുകയാണ്. ഫവജദഹു ഖായിമൻ അലാ സഖറത്തിൻ ശാഖിസൻ തർഫുഹു ഇലസ്സമാ, ആകാശത്തിലേക്ക് കണ്ണുയർത്തിയിട്ട് പാറയുടെ പരിസരത്ത് അതേ അതിന്റെ മുകളിൽ നിൽക്കുന്ന കൂട്ടുകാരനെ കണ്ടപ്പോൾ ഫസല്ലമ അലൈഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അയാളോട് സലാം പറയുന്നു. ഫലം യുരിദ് അതേ ഫലം യുറദ് അലൈഹി, അദ്ദേഹം സലാം മടക്കുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തിട്ട് അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് ലഭിച്ച ആ മനുഷ്യൻ മഹാനവറുകൾ സലാം പറഞ്ഞപ്പോൾ മടക്കുന്നില്ല. പറയാണ്, ഞാൻ ആരാന്നറിയോ? ഞാൻ ഈസയാണ്. ഫഖാല അന ഈസാ, ഓ ചെറുപ്പക്കാരാ ഞാൻ ഈസയാണ്, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തതെന്ന് പ്രവാചകനാ. ആ സമയത്തും പ്രതികരണം വരുന്നില്ല. ഫൗഹല്ലാഹു തആല ഇലാ ഈസാ, അപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു വഹി ഇറക്കുന്നു. കൈഫ യസ്മഉ കലാമൽ ആദമീന മൻ കാന ഫീ ഖൽബിഹി മിഖ്ദാർ നിസ്ഫ ദർറത്തിൻ മിൻ മഹബ്ബതി. ഓ ഈസാ, നിങ്ങൾ അയാളോട് സലാം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സംവദിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു ധാന്യത്തിന്റെ പകുതി അളവ് അല്ലാഹുവിനോട് മഹബ്ബത്ത് ലഭിച്ച ആ മനുഷ്യനില്ലേ, അയാൾ ഒരു മനുഷ്യന്റെയും സംസാരം എങ്ങനെ കേൾക്കാനാ, അറിയാനാ? റബ്ബിലേക്ക് മനസ്സ് ലയിച്ചു പോയതല്ലേ, വേറെ ഓർമ്മയില്ലല്ലോ. فوعزتي وجلالي لو قطعته بالمنشار لما علم بذلك. ഈസാ നബിയോട് പറയുന്നു, ഓ ഈസാ, ഇനി നിങ്ങളൊരു ആയുധമെടുത്തു ആളെടുത്തിട്ട് അയാളെ അങ്ങീർന്നാൽ അതുപോലും അയാൾ അറിയൂല ഈസാ. ആ നിലക്ക് റബ്ബിലേക്ക് മനസ്സ് ചേർന്നു പോയവരാ. സ്നേഹജനങ്ങളെ, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്
അല്ലാഹ് എന്ന ചിന്തയിലേക്ക് മനസ്സ് ചേർന്നിട്ടുണ്ടോ? റബ്ബിനോട് മഹബ്ബത്ത് വർദ്ധിച്ചിട്ടുണ്ടോ? അല്ലാഹുവിലേക്ക് സ്നേഹമുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ അവസ്ഥയാണ് ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞല്ലോ, അതേ ആരെങ്കിലും ഖാലിസായ റബ്ബിലേക്കുള്ള മഹബ്ബത്ത് രുചിച്ചാൽ പിന്നെ അയാള് ദുനിയാവിനോട് ബന്ധമില്ല. അതേ ആ ദുനിയാവിന്റെ കാര്യങ്ങളിൽ നിന്ന് അയാള് മാറിപ്പോകുമേ. കഴിഞ്ഞിട്ടില്ല റബ്ബിലേക്ക് മഹബ്ബത്ത് ചേർന്നാലോ. അതേ മഹാനായ സിർറിസ്ഖത്തി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഉദ്ധരിക്കുന്നു, അവിടുന്ന് പറയുന്നു, ഖിയാമത്ത് നാളിൽ സർവ്വ സമുദായത്തെയും വിളിക്കപ്പെടും. എങ്ങനെയാ വിളിക്കപ്പെടുന്നത്? ബി അംബിയാഇഹാ, അവരുടെ പ്രവാചകന്മാരെ ചേർത്തുകൊണ്ടാണ്. ഫയുഖാലു യാ ഉമ്മത്ത മുഹമ്മദ്, യാ ഉമ്മത്ത ഈസാ, യാ ഉമ്മത്ത മൂസാ. അതേ ആഖിറത്തിൽ അതാ ഓരോ പ്രവാചകന്മാരുടെയും സമുദായം ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ വെച്ച് വിളിക്കപ്പെടുന്നു, ഓ ഇതാ മൂസാ നബിയുടെ സമുദായമേ, ഈസാ നബിയുടെ സമുദായമേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായമേ. ഇങ്ങനെയാണ് ലോകത്ത് കഴിഞ്ഞുപോയ സർവ്വ സമൂഹത്തെയും അല്ലാഹുവിന്റെ അടുക്കൽ വിളിക്കപ്പെടുക. ഓ മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബിനോട് മഹബ്ബത്ത് വെച്ചാലോ, വയുദുആ അൽ മുഹിബ്ബൂൻ. അതേ അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ച ആളുകളെ വിളിക്കുകയാ. എന്താണ് വിളിക്കുന്നത്? യാ ഔലിയ അല്ലാഹ് ഹലുമ്മു ഇലല്ലാഹ്. ഓ അല്ലാഹുവിനെ ഇഷ്ടം വെച്ച അവനെ, അത് അവനിലേക്ക് മനസ്സു ചേർത്തു വെച്ച അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ചേർന്നോളൂ, അല്ലാഹുവിലേക്ക് പൊയ്ക്കോളൂ. അതല്ലേ അല്ലാഹുവിനെ മഹബ്ബത്ത് വെച്ചവർക്ക് ലഭിക്കുന്ന സ്ഥാനം. കഴിഞ്ഞിട്ടില്ലല്ലോ. വഅല്ലാഹു തആല ഇലാ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു വഹി ഇറക്കിയല്ലോ. യാ ദാവൂദ്, ഓ ദാവൂദ് അലൈഹിസ്സലാമേ. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് വഹി ഇറക്കിയല്ലോ. എന്നിട്ട് അല്ലാഹു പറയുന്നു, യാ ദാവൂദ് ദിക്രി ലിദാകിരീൻ, എന്റെ പറച്ചിൽ അതെന്നെ ഓർത്തയാളുകൾക്കുള്ളതാണ്. വജന്നതി, എന്റെ സ്വർഗമോ അത് ലിൽആബിദീൻ, ആരാധന നിർവഹിച്ചവർക്കുള്ളതാണ്. വസിയാറതി, എന്റെ സന്ദർശനമോ ലിൽ മുസ്താഖീൻ, അതെന്നെ പ്രതീക്ഷിച്ച ആളുകൾക്കുള്ളതാണ്. വഅന ഖാസത്തുൽ മുഹിബ്ബീൻ, ഞാൻ ആർക്കുള്ളതാണ്? ലിൽ മുഹിബ്ബീൻ, അത് മുഹിബ്ബീങ്ങൾക്കുള്ളതാ. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു അറിയിച്ചല്ലോ, റബ്ബിനെ മഹബ്ബത്ത് വെച്ചവർക്ക് ലഭിക്കുന്ന സ്ഥാനമാണല്ലോ. സ്നേഹജനങ്ങളെ, ഇനി ഞാൻ പറയട്ടെ, റബ്ബിന് മഹബ്ബത്തുള്ള ആളുകൾ ആരൊക്കെയാണ്? ദീർഘമായി പറയാൻ സമയമില്ല. റബ്ബിനോടുള്ള മഹബ്ബത്ത് ഇന്ന് നമുക്ക് പറഞ്ഞ് എവിടെയെങ്കിലും എത്തിക്കാൻ കഴിയൂല. എന്നാലും ചിലത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നാളെ
നാളെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. മഹബ്ബത്തിന്റെ യഥാർത്ഥ വഴി ഒന്നാമത്തത് അല്ലാഹുവിലേക്കാണ്, രണ്ടാമത്തത് മുത്തുനബിയിലേക്കാണ്, മൂന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതേ വയുഹിബ്ബൽ മർഉ ലാ യുഹിബ്ബു ഇല്ലാ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. സ്നേഹത്തിന്റെ മൂന്നാമത്തെ തലമാണത്. അതിലേക്ക് നമുക്ക് മറ്റു ദിവസം കടന്നു വരേണ്ടതുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കണം, പടച്ചവനോട് ഇഷ്ക് വേണം. ഇഷ്ക് ലഭിക്കണോ, റബ്ബിന്റെ മഹബ്ബത്ത് ലഭിക്കണോ എങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ചിലത് ഞാൻ പറഞ്ഞു പോകാം. അൽ-ഇത്തിബാഉ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് മുത്തുനബിയോടുള്ള ഇത്തിബാഅാണ്. അല്ലാഹ് പറഞ്ഞു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹുവിന്റെ സ്നേഹം കിട്ടണോ, റസൂലുള്ളാഹിനെ അനുസരിച്ചോ. വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യമോ അത്തഖ്വാ, തഖ്വയാണ്. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. അല്ലാഹു മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തത് സബറാണ്. അല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. നാലാമത്തത് നന്മയാണ്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടുന്നു. അഞ്ചാമത് തൗബയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. അല്ലാഹു ഖേദിച്ചു മടങ്ങുന്നവരെ ഇഷ്ടം വെക്കുകയാണ്. ആറാമത്തെ ത്വഹാറത്താണ്. വയുഹിബ്ബുൽ മുതത്വഹിരീൻ. റബ്ബ് തആല മുതത്വഹിരീങ്ങളെ ഇഷ്ടം വെക്കുകയാണ്. ഏഴാമത്തെ തവക്കുലാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹു തവക്കുൽ ചെയ്യുന്നവരെ ഇഷ്ടം വെക്കുകയാണ്. എട്ടാമത്തത് അദ്ലാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു അതാ നീതി കാണിക്കുന്നവരെ ഇഷ്ടം വെക്കുന്നവരാണ്. ഒമ്പതാമത്തതോ റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാ. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലി. ഇങ്ങനെ അല്ലാഹു ഖുർആനിലൂടെ അവൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ മറുവശം കൂടെ പറയട്ടെ, അവൻ ഇഷ്ടമില്ലാത്ത ചില ആളുകളുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, ആ കാര്യത്തിലേക്കാണ് മനസ്സു പോകേണ്ടത്. റബ്ബ് തആലാക്ക് ഇഷ്ടമില്ലാത്തവരിൽ ഞാൻ പെട്ടുപോകുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. പറയട്ടെ, ഒന്നല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല ഗഫാരിൻ നസീം. വല്ലാഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറാ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന ഖവ്വാനൻ നസീമാ. വല്ലാഹു ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഖായിനീൻ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്തക്ബിരീൻ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അല്ലാഹു ഖുർആനിലൂടെ പലയിടങ്ങളിലായി അതേ ചതിക്കുന്നവരെ ഇഷ്ടം വെക്കൂല, കുഫറുള്ളവരെ ഇഷ്ടം വെക്കൂല, ഓൽമു ചെയ്യുന്നവരെ ഇഷ്ടം വെക്കൂല. അതേ ഇതുപോലെ ഫസാദ് ഉണ്ടാക്കുന്നവരെ അല്ലാഹു ഇഷ്ടം വെക്കൂല, അമിതം പ്രവർത്തിക്കുന്നവരെ അല്ലാഹു ഇഷ്ടം വെക്കൂല, ചതി നടത്തുന്നവരെ അല്ലാഹു ഇഷ്ടം വെക്കൂല, കിബറുള്ളവരെ അല്ലാഹു ഇഷ്ടം വെക്കൂല. ഈ നിലക്ക് റബ്ബ് തആല ഇഷ്ടം വെക്കാത്ത ആളുകളെ കുറിച്ചും ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, റബ്ബ് തആലയുടെ ഇഷ്ടമാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. മഹാന്മാര് മുഴുവനും റബ്ബിന്റെ സ്നേഹം പറ്റാനാണ് കൊതിച്ചത്. അവർക്ക് ദുനിയാവിന്റെ കാര്യങ്ങൾ ആലോചനയില്ല, അവർ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ മഹാന്മാരായ അതേ ഔലിയാക്കൾ അവരെ പാടിയല്ലോ, അവരോർമ്മപ്പെടുത്തിയല്ലോ. എന്താണ് ഓർമ്മപ്പെടുത്തിയത്? എന്താണ് അതേ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ഹദർതുൽ ഖൽഖ തുർഹം ഫീ റിളാക വൈതംതുൽ ഇയാല ലികയ്യറാക. റബ്ബേ, അതേ
അതാ സൃഷ്ടികളിൽ നിന്ന് മാറി നിന്നല്ലോ. എന്തിനാണ് മാറി നിന്നത്? പടച്ച റബ്ബിലേക്ക് വിലയം പ്രാപിക്കാനാണല്ലോ. ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതേ ദുനിയാവിനെ വലിച്ചെറിഞ്ഞ് പുറപ്പെട്ടല്ലോ. റബ്ബിനോടുള്ള മഹബത്താണല്ലോ. സ്നേഹജനങ്ങളെ, കഴിഞ്ഞിട്ടില്ല മഹദിയായ റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു അൻഹാ പടച്ച റബ്ബിനോട് വല്ലാത്ത മഹബത്തുള്ളവരാ. രാത്രി അവർ ഉറങ്ങുന്നില്ല. ഉറങ്ങാതെ നടന്നവർ പാടുന്നല്ലോ, അജബൻ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമോ. എങ്ങനെയാണ് ഈ ലോകത്ത് അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കുന്നവർക്ക് ഉറങ്ങാൻ കഴിയുന്നത്? അള്ളാഹുവിനെ ഇഷ്ടം വെക്കുന്നവർക്ക് ഉറക്ക് നിഷിദ്ധമാണല്ലോ. അതിന് കഴിയൂലല്ലോ. മഹദിയായ റാബിയത്തുൽ അദബിയ്യ റളിയല്ലാഹു അൻഹാ ഓർമ്മപ്പെടുത്തുന്നു, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതാണ് റബ്ബിനോട് സ്നേഹമുള്ളവരുടെ രീതി, അവരുടെ താല്പര്യം. എന്റെ മുഅ്മിനീങ്ങളെ, റബ്ബിലേക്ക് മനസ്സ് ലയിപ്പിച്ച് ജീവിച്ചാലോ അവൻ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. എല്ലാം അവൻ ഏറ്റെടുക്കുന്നു. കണ്ടില്ലേ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് തന്റെ ആസ്ഥാനത്തു നിന്ന്, തന്റെ കൊട്ടാരത്തിൽ നിന്ന് മഹാനവറുകൾ ഇറങ്ങി പുറപ്പെട്ടു. വേട്ടയാടാനാണ്. അങ്ങനെ ഈ വാഹനപ്പുറത്ത് കുതിരപ്പുറത്ത് കയറിയിട്ട് പുറപ്പെട്ടപ്പോൾ അതാ ഒരു സ്ഥലത്തെത്തുകയാണ്. സ്ഥലത്തെത്തിയ സമയത്ത് അവിടെ അതാ സഹോദരങ്ങളെ, മഹാനവറുകൾ ചെറിയ വിശ്രമത്തിനു വേണ്ടി ഒരുങ്ങുന്നു. ആ ഒരുക്കമുള്ള സമയത്ത് മഹാനവറുകൾ തന്റെ ഭക്ഷണത്തെ അതാ ഒരുക്കി വെക്കുകയാണ്. അങ്ങനെ ഒരുക്കി വെച്ചപ്പോൾ, സുപ്പറയിലേക്ക് എല്ലാം വിരിച്ചു വെച്ചപ്പോൾ, ഒരു കാക്കയതാ അവിടേക്ക് ഓടി വരുന്നു. അങ്ങനെ ആ ഹുബ്സിലെ അതാ ആ കാക്കയെടുക്കുന്നു തന്റെ കൊക്കുകൊണ്ട്. എന്നിട്ട് ആ കാക്ക പറന്നു പോകുന്നു ആകാശത്തിലൂടെ. ഇത് കണ്ടപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അത്ഭുതപ്പെട്ടുപോയി. അവിടുന്ന് കുതിരപ്പുറത്തു കയറി കാക്കയുടെ പിന്നാലെ സഞ്ചരിച്ചു. എത്രത്തോളം എന്നറിയുമോ? ആ കാക്ക പോയ പർവ്വതത്തിന്റെ ഇടയിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ എത്തിയപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കാക്കയെ അന്വേഷിച്ച് പുറപ്പെട്ടപ്പോ കണ്ടതെന്താ? ആ കാക്ക അതാ ഒരു മനുഷ്യന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. റജുലൻ മസ്ദൂദൻ ബിൽ ഹിബാൽ മുൽതജിയൻ അലാ ഖഫാ. അതേ ശരീരം ബന്ധിച്ചു, കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട നിലക്ക് ആ മനുഷ്യൻ അവിടെ കിടക്കുകയാ. ആ കിടക്കുന്ന മനുഷ്യന്റെ അടുക്കലേക്കാണ് കാക്ക ചെല്ലുന്നത്. ഫലമ്മാ റഅ ഇബ്രാഹിമു ദാലിക റജുല, ആ മനുഷ്യനെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് കാക്ക ചെയ്യുന്ന പണി എന്താണെന്നറിയുമോ? കാക്ക അദ്ദേഹത്തിന്റെ വായയിലേക്ക് ഭക്ഷണം പീസാക്കിയിട്ട് ഇട്ടുകൊടുക്കുന്നു. ഈ മനുഷ്യന്റെ വായയിലേക്ക് കാക്ക ഭക്ഷണം ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാ. അത് കണ്ടപ്പോൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇറങ്ങി വന്നു. ആ മനുഷ്യന്റെ കെട്ടടിച്ചു. ആ കെട്ടഴിച്ചു വിട്ടപ്പോ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വരാനുണ്ടായ കാരണം?
അപ്പോഴയാള് പറഞ്ഞു, ഞാനൊരു കച്ചവടക്കാരനായിരുന്നു, കൊള്ളക്കാരെന്നെ പിടിച്ചു ബന്ധിച്ചു, എന്റെ സമ്പത്തൊക്കെ അവര് കൊണ്ടുപോയി, എന്നെ കയറുകൊണ്ട് ബന്ധിച്ചിട്ട് ഒറ്റപ്പെടുത്തി ഇവിടെ ഇട്ടതാണ്. ഈ കാര്യം പറഞ്ഞപ്പോൾ റബ്ബിനെ മനസ്സുകൊണ്ട് അങ്ങേയറ്റം മഹബത്ത് വെക്കുന്ന അടിമയായ ഈ കച്ചവടക്കാർ അല്ലാഹുവിനോടുള്ള മഹബത്ത് മനസ്സിൽ വെച്ചുകൊണ്ട് അവിടെ കിടന്നപ്പോൾ സ്നേഹജനങ്ങളെ, കൈയും കാലും അനക്കാൻ നിവൃത്തിയില്ലാത്ത ഈ മനുഷ്യന് അല്ലാഹു കാക്കയെ കൊണ്ട് ഭക്ഷണം കൊണ്ടെത്തിച്ചല്ലോ. ഓ സഹോദരങ്ങളെ, ദുനിയാവിന്റെ കാര്യങ്ങളിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, ബേജാറാകേണ്ടതില്ല. അല്ലാഹുവിലേക്ക് മനസ്സ് ചേർത്തു വെച്ചാൽ ആ ചേർത്തു വെച്ചതിന് അല്ലാഹു പകരം തരും, അല്ലാഹു സംരക്ഷണം തരും. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ രാത്രി അതാ റബ്ബിനെ ആരാധിച്ച് അവനിൽ ലയിച്ചു കിടന്നപ്പോൾ അറിയാതെ ഉറങ്ങിപ്പോയല്ലോ. അതേ വീട്ടിലേക്ക് കള്ളൻ വന്നല്ലോ, അവിടെയുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയല്ലോ. അപ്പോൾ വാതിലടഞ്ഞുപോയല്ലോ. ആ സമയത്ത് ആ ശരീരി വിളിച്ചു പറയുന്നു. എന്താ വിളിച്ചു പറയുന്നത്? അതേ, എന്നെ സ്നേഹിക്കുന്ന സ്നേഹിത ഉറക്കത്തിലാണെങ്കിലും സ്നേഹിക്കപ്പെടുന്നവൻ ഉറക്കില്ല. ലാ തൗഖുദുഹു സിനത്തുൻ വലാ നൗം. ഹയ്യാണെന്ന സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഞാൻ സൂചിപ്പിച്ചല്ലോ. കണ്ടില്ലേ, സ്നേഹിക്കുന്നവർക്ക് സംരക്ഷണം ഒരുക്കാനാ പടച്ച റബ്ബ് ഉണർവോടെ നിൽക്കുന്നത് കേട്ടോ. എന്റെ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിനെ കൃത്യമായി അങ്ങ് മഹബത്ത് വച്ചാൽ ആ മഹബത്ത് കൊണ്ട് ലഭിക്കുന്നത് പടച്ച റബ്ബിന്റെ സംരക്ഷണമാണ്. അതേ, മഹാന്മാർ അധ്വാനിച്ചത് റബ്ബിനു വേണ്ടിയാണ്, അവന്റെ ലിഖാഇന് വേണ്ടിയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല, ഞാൻ ചുരുക്കുകയാണ്. മഹബത്ത് റബ്ബിനോട് വെക്കുന്നതിന്റെ താല്പര്യം എന്താണ്? റബ്ബിലേക്ക് മനസ്സു ചേരാനാ, ആ റബ്ബിനെ ഒന്ന് കാണാനാ. സഹോദരങ്ങളെ, അതുകൊണ്ടല്ലേ മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ പാടിയല്ലോ, ലൈസ ഖസ്ദീ മിനൽ ജിനാനി നഈമ ഇല്ലാ അന്നി ഉരീദുഹാ ലഅറാക. എന്റെ ഈ ഇബാദത്തിന്റെ ഉദ്ദേശം എന്താണ്? എന്റെ ജീവിതത്തിന്റെ താല്പര്യം എന്താണ്? അതേ, എനിക്ക് സ്വർഗം കിട്ടലല്ല, സ്വർഗത്തിനു വേണ്ടി ഞാൻ ഇബാദത്ത് ചെയ്തിട്ടില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല. ഉമ്മമാരെ, പിന്നെ മഹദിയവറുകൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? അല്ലാഹുവിന്റെ ലിഖാഇന് വേണ്ടിയാ. പടച്ച റബ്ബിനെ മഹബത്ത് വെച്ചവർക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം എന്താ, മഹത്വം എന്താ? അവന്റെ ലിഖാൻ, അവന്റെ തൃപ്തിയാ, അവൻ അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇതല്ലേ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കട്ടെ. സ്നേഹജനങ്ങളെ, അവസാനമായ റബ്ബിന് അങ്ങേയറ്റം മഹബത്ത് വെച്ച മുഹിബ്ബുകളിൽ നിന്ന് പ്രഗൽഭയായ ഒരു മഹദിയുടെ സംഭവം കൂടെ പറഞ്ഞ് ഇന്നത്തെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാ. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മഹബ്ബത്തുല്ലാഹി എന്നതിനെ കുറിച്ച് ഇന്ന് നോക്കിയപ്പോ അത്ഭുതപ്പെട്ടുപോയി. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 നാളുകളല്ല, എത്രയോ നാളുകൾ പറഞ്ഞാലും തീരാത്ത വിഷയം സൃഷ്ടിച്ച നാഥനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേ എളിയവനായ ഒരു മുതഅല്ലിമിന്റെ വായനയിൽ വന്നല്ലോ. അതിലെ ചില കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുള്ളൂ. സ്നേഹജനങ്ങളെ, റബ്ബിനെ അറിയണം, അല്ലാഹുവിനെ അനുഭവിക്കണം, അവനോട് മഹബത്തുണ്ടാകണം, അവനിലേക്ക് മനസ്സു ചേരണം. നമ്മൾ അതിനാണ് ജീവിക്കുന്നത്. അല്ലാഹു ആയുസ് തന്നത് അതിനാണ്. ആ അറിവ് ലഭിക്കുമ്പോഴാണ് വജദ ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം ലഭിക്കും.
ലഭിക്കുന്നത്. ആ മധുരം ലഭിച്ചാലോ പിന്നെ ദുനിയാവ് ഒരു പ്രശ്നമല്ല, തിന്മയിലേക്ക് പോകൂല. നിസ്കാരത്തിന് ആവേശം ലഭിക്കും, ദിക്റ് ചൊല്ലാൻ ആവേശം ലഭിക്കും, സദഖ ചെയ്യാൻ ആവേശം ലഭിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് ഇബാദത്തിന് താല്പര്യം കിട്ടാത്തത്? നിസ്കരിക്കുമ്പോ മലക്കം മറയലാണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥയുള്ളത്. ഖുർആനൊന്ന് പാരായണം ചെയ്ത് തുടങ്ങുമ്പോഴേക്ക് എനിക്കും നിങ്ങൾക്കും മടുപ്പാണ് തോന്നുന്നത്. കുറച്ച് ദിക്റ് ചെല്ലുമ്പോഴേക്ക് നമ്മളതാ മടുത്തുപോയി നിർത്തിവെച്ചോ. അതേ നല്ല നല്ല കാര്യങ്ങളോട് നമുക്ക് വേണ്ടത്ര താല്പര്യം ലഭിക്കുന്നില്ല. പലപ്പോഴും കടമ കഴിക്കുക എന്ന നിലക്കാണ് നമ്മൾ ആ ഇബാദത്തിനോട് സമീപിക്കുന്നത്. സഹോദരങ്ങളെ, അതിലല്ല സന്തോഷമുള്ളത്, അതിലല്ല സംതൃപ്തിയുള്ളത്, അതിലല്ല മഹത്വമുള്ളത്. പിന്നെ എന്തിലാണ്? റബ്ബിനെ മഹബത്ത് വെച്ചുകൊണ്ട് എന്റെ സ്നേഹവാചനമായ പടച്ച റബ്ബിലേക്ക് ഞാനിതാ എന്റെ തലകുനിക്കുന്നു, ഞാനിതാ എന്റെ നാവ് ചലിപ്പിക്കുന്നു, ഞാനിതാ എന്റെ കൽബ് കൊടുക്കുന്നു, ഞാനിതാ എന്റെ ആരോഗ്യം കൊടുക്കുന്നു, എന്റെ സർവസ്വം അല്ലാഹ് 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 ഈ ചിന്തയിലേക്ക് ബന്ധിപ്പിച്ച് പടച്ച റബ്ബിനോടുള്ള മഹബത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ദുനിയാവിന്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറോ. ആഖിറത്തിലേക്ക് നമ്മൾ കുറച്ചുകൂടെ അടുക്കും. ആരാധനകളിൽ നമുക്ക് കൂടുതൽ താല്പര്യമുണ്ടാകും. സ്നേഹജനങ്ങളെ, ആ താല്പര്യത്തിലേക്ക് മനസ്സ് വരണം. അല്ലാഹുവിനെ മഹബത്ത് വെച്ച മനുഷ്യർക്കുണ്ടല്ലോ, അതേ റബ്ബ് മാത്രമേ വേണ്ടൂ, ദുനിയാവ് വേണ്ടതില്ല. കണ്ടില്ലേ മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ, ഖുർആൻ ഉന്നതയായി പഠിപ്പിച്ച മഹദിയ, ഫറോവയുടെ കൊട്ടാരത്തിൽ ജീവിച്ച പെണ്ണാണ്. ആ പെണ്ണായ ആസിയ ബീവി റളിയല്ലാഹു അൻഹാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് സൃഷ്ടാവിനെ കുറിച്ച് അറിഞ്ഞപ്പോ അധികാരം എതിരാളിയുടെ കയ്യിലാണുള്ളത്, ആധിപത്യം കൊണ്ട് അടിച്ചൊതുക്കുമെന്ന ധാരണയുണ്ട്. ആ ധാരണ മനസ്സിലുള്ളപ്പോഴും അല്ലാഹ് എന്നതിന്റെ മാധുര്യം അനുഭവിച്ചപ്പോൾ മാറാനൊരുക്കമായില്ല. അവരതാ അല്ലാഹുവിനെ കുറിച്ച് സംസാരിക്കുന്നു. ഫിർഔന് ചോദിക്കുന്നു, മാറുമോ? ഇല്ല ഇല്ല. ഫഅദ്ദബൂഹാ ബിഅൻവാഇൽ അദാബ്. വ്യത്യസ്തമായ ആക്രമണങ്ങളാണ്, ശിക്ഷയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹാക്ക് അതാ ഫിർഔന് നൽകുന്നത്, അവന്റെ സൈന്യം നൽകുന്നത്. എന്നിട്ട് അയാള് പറയുന്നു, ഇർത്തദ്ദി, പെണ്ണേ മുർത്തദ്ദാകൂ. ആ സമയത്ത് ഫലം തുർത്തദ്ദ, മുർത്തദ്ദാകാൻ സന്നദ്ധമാകുന്നില്ല. ഫൗതിയ ബിഔതാദിൻ വദറബൂഹാ അലാ അളഇഹാ. അപ്പോൾ അതാ ഫിർഔന് ചെയ്യുന്നു, കുറെ ആണികൾ കൊണ്ടുവരാൻ പറയുന്നു. ആ ആണികൾ മഹദി അവരുടെ ശരീരത്തിൽ അടിച്ച് ഏൽപ്പിക്കുന്നു. ആ ശരീരത്തിലേക്ക് അടിച്ച് ഏൽപ്പിക്കുമ്പോൾ മഹദി അവர்கள் പതറുന്നില്ല. അവിടെ ഉറക്കെ പറയുകയാ, ഇന്നക തഗ്ലബു നഫ്സി വഖൽബി ഫീ ഇസ്മത്തി റബ്ബി വലൗ ഖതഅതനി ഇർബം മാ മസ്ദത്തു ഇല്ലാ ഹുബ്ബാ. മഹദി അവர்கள் പറയാണ്, ഓ ഫിർഔനിന്റെ സൈന്യമേ, നിങ്ങൾ എന്നെ ആക്രമിച്ചോളൂ, ബുദ്ധിമുട്ടിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. എന്റെ മനസ്സിൽ അല്ലാഹുവിൽ പ്രതീക്ഷയുണ്ട്, അവൻ എനിക്ക് സുരക്ഷിതത്വം നൽകും. എന്റെ ശരീരം കഷ്ണം കഷ്ണമായി നുറുക്കിയാലും എനിക്ക് പ്രശ്നമില്ല. എന്റെ മനസ്സിൽ അല്ലാഹുവിനോടുള്ള മഹബത്ത് വർദ്ധിക്കുകയല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനില്ല. ഈ സംഭവം നടക്കുമ്പോഴാണ് മഹദിയുടെ പരിസരത്തൂടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു പോകുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ നടന്നു പോകുമ്പോൾ മൂസാ നബിയെ വിളിക്കുകയാണ് മഹദി അവர்கள். അഖ്ബിർനി അറാദിൻ അന്നി റബ്ബി അം സാഖിത്തിൻ.
മഹദി അവറുകൾ ചോദിക്കുകയാണ്, ഓ മൂസ, എന്നോടൊന്ന് അറിയിച്ചു തരുമോ, അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടോ, ഈ വിവരമൊന്ന് എനിക്ക് തരുമോ? മഹദി അവറുകൾ ചോദിക്കുന്നു. ഖാല മൂസ അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യാ ആസിയ മലായികത്തുസ് സമാവാതി ഫിൻതിവാരികി ഐ മുസ്താഖത്തുൻ ഇലൈകി വല്ലാഹി യുബാഹി ബികി. ഓ ആസിയ, പ്രയാസപ്പെടണ്ട, വിഷമിക്കേണ്ടതില്ല. ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവനും നിങ്ങളെ കാത്തിരിക്കുന്നു, താൽപര്യത്തോടെ കാത്തിരിക്കുന്നു. അല്ലാഹു നിങ്ങളെ മേൽ അനുഗ്രഹം ചൊരിയുന്നു. അതുകൊണ്ട് ആസിയ, നിങ്ങൾ ബേജാറാകേണ്ടതില്ല. ഫസൽനി ഹാജതക ഫഇന്നഹാ മഖദിയത്തുൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം ഇപ്പോഴങ്ങ് ചോദിച്ചോളൂ, അത് സാധിക്കുമല്ലോ. ആ സമയത്ത് കണ്ണുനീര് പൊടിച്ച് മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹ പ്രാർത്ഥിച്ചല്ലോ, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നതി വനജ്ജിനി മിൻ ഫിർഔൻ വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. പടച്ച റബ്ബേ, അതാ എനിക്ക് നീ സ്വർഗത്തിൽ ഒരു വീട് തരണം, നിന്റെ അടുക്കൽ ഒരു വീട് തരണം. ഫിർഔനിൽ നിന്നും അവന്റെ പ്രവർത്തനത്തിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണം. അക്രമകാരികളുടെ കൈകളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴേക്ക് ആസിയ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് പിരിഞ്ഞല്ലോ. സ്നേഹജനങ്ങളെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് മുത്തുനബിയിലേക്ക് ഒരു 3 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആയിലേക്ക് പോകണം. അല്ലാഹുവിനോടുള്ള മഹബത്ത് നമ്മുടെ കൽബിൽ വർദ്ധിക്കണം. അങ്ങനെ വർദ്ധിച്ചാൽ റബ്ബിനെ കാണാനുള്ള കൊതി മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എനിക്ക് സ്വർഗം വേണ്ട, എനിക്ക് നരകത്തിലുള്ള രക്ഷയുമല്ല വേണ്ടത്, പിന്നെയോ പടച്ച റബ്ബേ നിന്റെ ലിഖാ, നിന്നെ കാണലാ ഞാൻ അധ്വാനിച്ചത്, ഞാൻ ഇബാദത്ത് ചെയ്തത്, കർമ്മങ്ങൾ ചെയ്യുന്നത് നിന്നെ കാണാനാണ് അല്ലാ. അതല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട. ഇന്നക്കും സതറൗന റബ്ബക്കും യൗമൽ ഖിയാമത്തി കമാ തറൗന ലൈലത്തുൽ ബദ്രി. അതേ മുഅ്മിനീങ്ങൾക്ക് പ്രതീക്ഷയായി പഠിപ്പിച്ചല്ലോ. സൃഷ്ടിച്ച നാഥനില്ലേ, വെള്ളം തന്ന റബ്ബില്ലേ, ഓക്സിജൻ തന്ന റബ്ബില്ലേ, ആരോഗ്യം തന്ന റബ്ബില്ലേ, ആയുസ് തന്ന റബ്ബില്ലേ, സുഖങ്ങൾ തന്ന റബ്ബില്ലേ, സൗകര്യങ്ങൾ തന്ന റബ്ബില്ലേ, എല്ലാ സംവിധാനങ്ങളും ഒരുക്കിത്തരുന്ന രാജാവില്ലേ. ആ രാജാവിനോട് മനസ്സിൽ മഹബത്ത് വെച്ച് ജീവിച്ചാൽ 14 രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പടച്ച റബ്ബിന്റെ വിശുദ്ധമായ ലിഖാ കാണാൻ കഴിയുമല്ലോ. അതേ, ആ അല്ലാഹുവിന്റെ കലാം കേട്ടപ്പോ പടച്ച റബ്ബേ നിന്റെ കലാം എത്ര വിശുദ്ധമാണ്, എത്ര സൗന്ദര്യമുള്ളതാണ്. നിന്റെ കലാം ഇത്രമേൽ സൗന്ദര്യമുള്ളതാണെങ്കിൽ നിന്റെ സൗന്ദര്യം എത്രയാണ്, നിന്റെ ജമാലിയത്ത് എത്രയാണ്, നിന്റെ മഹത്വം എത്രയാണ് അല്ലാ. അതുകൊണ്ട് നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് പറഞ്ഞല്ലോ. പക്ഷേ റബ്ബിന്റെ ജലാലിയത്തും ജമാലിയത്തും ഉൾക്കൊള്ളുന്ന ദാത്തിനെ അനുഭവിക്കാൻ ഭൂമിലോകത്താർക്കും കഴിഞ്ഞിട്ടില്ല.
കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരേ ഒരു നേതാവേ ഉള്ളൂ. അതാരാണ്? നമുക്ക് നാളെ ആ നേതാവിനോടുള്ള മഹബത്തിനെ കുറിച്ച് പറയണം, മദീനയെ കുറിച്ച് സംവദിക്കണം. അതേ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകരെയും മറ്റുള്ളതിനേക്കാൾ സ്നേഹിക്കുമ്പോഴേ ഈമാനിന്റെ മധുരം അനുഭവിക്കൂ. അല്ലാഹുവിനോടുള്ള മഹബത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ നാളെ മുത്തുനബിയോടുള്ള മഹബത്തിനെ കുറിച്ച് നമുക്ക് പറയണം. പടച്ച റബ്ബേ, ഞങ്ങൾക്കതിന് നീ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. സഹോദരങ്ങളെ, ആ റബ്ബിലേക്ക് മനസ്സു തിരിഞ്ഞ് സ്നേഹിച്ചാൽ റബ്ബിനെ കാണാൻ കഴിയുമല്ലോ. ആ കാഴ്ചയുടെ രീതി എന്താ? മഹാന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. എന്നതിനെ കുറിച്ച് പറയുമ്പം തന്നെ വല്ലാത്ത അനുഭൂതിയാ, വലിയ മഹത്വമുള്ള രംഗമാ. മുത്തുനബിക്ക് ദുനിയാവിൽ വെച്ച് ഹബീബിലേക്ക് അല്ലാഹുവിലേക്ക് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. വേറെ ആർക്കും ലഭിച്ചിട്ടില്ല. പാരത്രികമായ ലോകത്ത് പടച്ച റബ്ബിനെ മഹബത്ത് വെച്ചവർക്ക് അതേവന ഖാസുൽ ലിൽ മുഹിബ്ബീൻ, ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഖാസാ എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ മഹബത്ത് വെച്ചവർ അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ ദഖല അഹ്ലൽ ജന്നതി, സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാർ സ്വർഗ്ഗത്തിലേക്ക് കടന്നാൽ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയാണ്, അതുരിദൂന ശൈഅൻ അസീദുകും, അല്ല നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടിയല്ലോ, ഇതിനപ്പുറത്ത് വല്ലതും വേണോ? അതേ ഞങ്ങൾക്ക് വേണമല്ലാ. അലം തബിയല്ല വുജൂഹനാ, ഞങ്ങളുടെ വുജൂഹ് പ്രകാശിക്കുന്ന കാര്യം തരണമല്ലോ അല്ലാ. സ്വർഗത്തിന് ഞങ്ങൾ കടന്നിട്ടുണ്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതുമാത്രം പോരാ റബ്ബേ, പിന്നെ എന്തുകൂടെ വേണം? അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്റെ ലിഖാവ് കൂടെ കാണിച്ചു തരണേ. ആ കാണിക്കുന്ന രംഗം പറയാൻ കഴിയൂല, അതിനെ വർണ്ണിക്കാൻ കഴിയൂല, അതിനെ അതാ വിവരിക്കാൻ കഴിയൂല. അത് വല്ലാത്തൊരു രംഗമാണ്, വല്ലാത്തൊരവസ്ഥയാണ്. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിച്ചു പോരുന്നു പടച്ച റബ്ബിന്റെ പ്രൗഢമായ ദാത്തിനെ എങ്ങനെ പറയാനാ? വാക്കശക്തമല്ലേ, പ്രയോഗങ്ങൾ അശക്തമല്ലേ, സാധ്യമല്ല. അതേ ഹബീബ് പറയുന്നു, ഈ ആവശ്യം അല്ലാഹുവിനോട് പറയുമ്പോ അതേ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയക്സിബു ലഹുൽ ഹിജാബ്, അല്ലാഹുവിന്റെ ദാത്തിനുള്ള മറയുണ്ട്. ആ മറ അല്ലാഹു സ്വർഗത്തിൽ വെച്ചങ്ങ് നീക്കി കൊടുക്കുകയാൽ അങ്ങനെ നീക്കപ്പെട്ടാൽ ആ നീക്കലോടുകൂടെ കണ്ട കണ്ണുകളില്ലേ, അതിന് സാക്ഷിയായ ശരീരങ്ങളില്ലേ, അത് വല്ലാത്തൊരവസ്ഥയാ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നിന്നോട് മഹബത്ത് വേണ്ട രൂപത്തിലില്ല, കൂടുതൽ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ നിന്നെ സ്നേഹിച്ചവരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരെ ഞങ്ങൾ ഓർത്തിട്ടുണ്ട്. അല്ലാഹുവേ, അതുകൊണ്ട് നിന്നോടുള്ള മഹബത്ത് ഞങ്ങളെ ഖൽബിലൊന്ന് വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. നിന്നെ മഹബത്ത് വെച്ചവർക്ക് സ്വർഗത്തിൽ വെച്ച് നീ നിന്റെ ലിഖാവ് കാണിക്കുമ്പോ സാധുക്കളായ ഞങ്ങൾക്കും അത് കണ്ടാസ്വദിക്കാൻ അവസരം നൽകണേ അല്ലാ. സ്നേഹജനങ്ങളെ, അതാണ് ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ സ്ഥാനം. അത് ലഭിക്കും
ജയിക്കണമെങ്കിൽ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിനെ മഹബത്ത് വെക്കണം. 24 മണിക്കൂറുകൾ കഴിയുന്നതിന്റെ ഇടയ്ക്ക് ദുനിയാവിന്റെ ഏർപ്പാടുകളുമായി മാത്രം ബന്ധപ്പെട്ട് സമയം കൊല്ലുന്നതിന് പകരം സൃഷ്ടിച്ച നാഥന് വേണ്ടി മനസ്സൊന്ന് തിരിച്ചു വെച്ച് മനസ്സാന്നിധ്യത്തോടെ അല്ലാ 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 ഒന്ന് വിളിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഓ ഉമ്മമാരെ, ഓ രക്ഷിതാക്കളെ, ഇന്നു മുതൽ എല്ലാ ദിവസവും സൃഷ്ടിച്ച നാഥനെ മനസ്സുകൊണ്ട് സ്നേഹിച്ച് അവനെ ഒന്ന് കൽബ് പൊട്ടി വിളിക്കാൻ, അവന്റെ ലിഖാഇന് വേണ്ടി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ രാത്രി ഉറക്കൊഴിഞ്ഞ് ഉറങ്ങുന്നവരെ അതേ അത്ഭുതത്തോടുകൂടെ പ്രതികരിച്ച് ജീവിച്ച മഹാന്മാരില്ലേ, എല്ലാം വലിച്ചെറിഞ്ഞ് അല്ലാ 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 എന്ന ചിന്തയിലേക്ക് മനസ്സ് വലയം പ്രാപിച്ചവരില്ലേ, അതേ മഹാന്മാര് മുഴുവനും ആ നിലക്ക് ഉന്നത സ്ഥാനീയരല്ലേ, അതേ ഓസുല്ലാലമ തങ്ങൾ റബ്ബിലേക്ക് നയിച്ചില്ലേ, അതേ ഇമാം സുൽത്താനുൽ ആരിഫി അഹ്മദുൽ കബീർ തങ്ങൾ ലയിച്ചില്ലേ, സാദുനി ഇമാം ലയിച്ചില്ലേ, മഹാന്മാര് മുഴുവനും ലയിച്ചില്ലേ. അവർ അല്ലാഹുവിലേക്ക് ചേർന്നപ്പോ ഭക്ഷണം മറന്നില്ലേ, ഉറങ്ങാൻ മറന്നില്ലേ, ഭാര്യയെ മറന്നില്ലേ, സുഖങ്ങളെ കൈയൊടിച്ചില്ലേ, അതെല്ലാം അവര് മറന്നുപോയല്ലോ. അതുകൊണ്ടല്ലേ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിനെ മഹബത്ത് വെച്ചവർക്ക് എങ്ങനെയാണ് ഭാര്യയോടൊത്തുള്ള സുഖം അനുഭവിക്കാൻ കഴിയുക? അല്ലാഹുവിനെ മഹബത്ത് വെച്ചവർക്ക് എങ്ങനെയാണ് ഭക്ഷണത്തിന്റെ രുചി അറിയുക? അല്ലാഹുവിനെ മഹബത്ത് വെച്ചവർക്ക് എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തുള്ള സുഖങ്ങൾ ആസ്വദിക്കാൻ കഴിയുക? അല്ലാഹുവിനെ മഹബത്ത് വെച്ചവർക്ക് എങ്ങനെയാണ് ഈ ആസ്വാദനത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയൂല. അതുകൊണ്ടാണ് റബ്ബിനെ മഹബത്ത് വെച്ചവർ ദുനിയാവിന്റെ ഒരാലോചനയുമില്ലാതെ എല്ലാം അവനിലേക്ക് സമർപ്പിച്ച് റബ്ബിലേക്ക് അങ്ങ് ചേർന്നല്ലോ. റബ്ബിനെ കാണാൻ കൊതിച്ചു കഴിഞ്ഞല്ലോ. ഇബ്രാഹിമിന് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സ്വപ്നത്തിലൂടെ റബ്ബിനോട് ബന്ധപ്പെട്ടല്ലോ. അതുപോലെ മഹാന്മാര് പലരും ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതെല്ലാം അല്ലാഹുവിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണല്ലോ. പടച്ച റബ്ബേ, സാധുക്കളായ ഞങ്ങൾക്കും നിന്നോടുള്ള മഹബത്തിന്റെ ചെറിയൊരു കണികയെങ്കിലും ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നിന്നിലേക്ക് ഞങ്ങളെ മനസ്സൊന്നു ചേർക്കണേ അല്ലാ. നിന്നിലേക്ക് ഞങ്ങളെ വഴി നടത്തിയിട്ടുള്ള ലോകത്തിന്റെ നായകർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും ഞങ്ങളെ മനസ്സിന്റെ മഹബത്തൊന്ന് വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടത്തെ കുറിച്ച് ആവേശത്തോടെ പറയാ ഈ മജ്‌ലിസിൽ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. എല്ലാവരും ഒരു 3 സ്വലാത്ത് മുത്തുനബിയിലേക്ക് മനസ്സു തിരിച്ചുകൊണ്ട് ആവേശത്തോടെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടി പറഞ്ഞതും കേട്ടതുമെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാൻ. ഞങ്ങൾക്ക് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന വലിയൊരു അമലാക്കി തരണേ അല്ലാ. ഈ സദസ്സ് ദുനിയാവിന് വേണ്ടിയുള്ളതാക്കല്ലേ റഹ്മാൻ. അല്ലാഹുവേ,
നിന്നോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ഈ സദസ്സ് സബബാക്കി തരണേ റഹ്മാനെ. ഖൽബ് കൊണ്ട് നിന്നെ മഹബ്ബത്ത് വെച്ചിട്ട് അല്ലാഹ് 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 നിന്നെ ഒന്ന് ഖൽബ് പൊട്ടി വിളിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ, ഭാഗ്യം നൽകണേ റഹ്മാനെ. ഈ സദസ്സിൽ വെച്ച് ചെയ്ത എല്ലാ ഹസനാത്തിന്റെയും മിസ്ലു സവാബ് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക്, നിന്റെ സർവ്വ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളുടെ ഹദറത്തിലേക്ക്, സർവ്വ മഹാന്മാരുടെയും ഹദറത്തിലേക്ക് ഈ സമയത്ത് തന്നെ നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, സഹായിച്ചവർ, മരിച്ചവർ ആരൊക്കെയുണ്ടോ അവരെ ഹദറത്തിലേക്കും നീ എത്തിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ജീവിതത്തിൽ എത്രയോ തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാ, നിന്റെ റഹ്മത്തിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്, നിന്റെ മഗ്ഫിറത്താണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ലാഹ്, നീ ഞങ്ങൾക്കെല്ലാം പുറത്തു തരണേ റഹ്മാൻ. ഖൽബിനെ ശുദ്ധിയാക്കി തരണേ അല്ലാഹ്, ഈമാന് നൽകണേ അല്ലാഹ്, ഇഖ്ലാസ് നൽകണേ അല്ലാഹ്, തഖ്വയുള്ളവരായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. പൈശാചികമായ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. അവിടുത്തേക്ക് ഒരുപാട് സ്വലാത്തും സലാമും ചെല്ലാൻ, മദ്ഹ് പാടാനും പറയാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ. പടച്ച റബ്ബേ, നിന്റെ ഹബീബ് മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷയായിട്ടുള്ളത്. അവിടുത്തെ സഹായം ദുനിയാവും ആഖിറത്തിലും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ആ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനും, അവിടുത്തെ ശഫാഅത്ത് സമ്പാദിക്കാനും, അവിടുത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും, എല്ലാം കഴിഞ്ഞ് നിന്റെ ലിഖാ ഒന്ന് കാണാനും ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാഹ്. പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. പടച്ച റബ്ബേ, സർവ പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ, ക്യാൻസർ ബാധിച്ചവരുണ്ട്, കിഡ്നി വീക്കായവരുണ്ട്, ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവരുണ്ട്, കൊളസ്ട്രോളും ഷുഗറും ഉള്ളവരുണ്ട്, തലവേദനയും ഊരവേദനയും മുട്ടുവേദനയും ഉള്ളവരുണ്ട്. അല്ലാഹ്, എന്ത് രോഗമാണെങ്കിലും ആ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനേ. പടച്ച റബ്ബേ, കടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരുണ്ട്, സലാമത്ത് നൽകണേ റഹ്മാന്. നീ സലാമത്ത് നൽകണേ റഹ്മാന്. വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നൽകണേ റഹ്മാന്. മക്കളില്ലാത്തവരുണ്ട്, ഖൈറായ മക്കളെ നൽകണേ റഹ്മാന്. ജോലിയില്ലാത്തവരുണ്ട്, ഖൈറായ ജോലി നൽകണേ റഹ്മാന്. ഇണകളില്ലാത്ത ആൺകുട്ടികളും പെൺകുട്ടികളുണ്ട്, ഖൈറായ ഇണകളെ നൽകണേ റഹ്മാനെ. അതിനുള്ള വഴികൾ എളുപ്പമാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ നീ ഖൈറിന്റെ അഹ്ലുകാരിപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മ വാപ്പമാ, അവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് നിന്റെ തൃപ്തിയിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനെ. അവരെ തണലിൽ ഞങ്ങളെ നീ ദീർഘകാലം നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായി ജീവിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിന്റെ സന്തോഷവും ഞങ്ങളെ മനസ്സിന്റെ സന്തോഷവും ഞങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളും ഞങ്ങളെ വളർത്താൻ അധ്വാനിച്ച ഞങ്ങളെ ഉസ്താദുമാരുമാരും അല്ലാഹുവേ, അവരുടെ പൊരുത്തത്തിലായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാഹ്. വല്ല പ്രയാസവും ഉണ്ടെങ്കിൽ അതെല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇതുവരെ ചോദിച്ചതും ചോദിക്കേണ്ടതുമായ സർവ്വകാര്യങ്ങളും ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, സഹായിച്ചവർ, സഹകരിച്ചവർ, ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ എല്ലാവർക്കും നിന്റെ ഔദാര്യമായി നൽകണേ റഹ്മാൻ. പ്രത്യേകിച്ച് ഈ മജ്‌ലിസിനു വേണ്ടി ദിവസങ്ങളോളം ഊണുമുറക്കുമൊഴിഞ്ഞ് അധ്വാനിക്കുന്ന ഞങ്ങളെ പ്രവർത്തകന്മാരുണ്ട്. അവരെ കാണുമ്പോൾ പലപ്പോഴും മനസ്സിൽ സങ്കടം തോന്നിയിട്ടുണ്ട്. പകരമായി ഒന്നും കൊടുക്കാനില്ല. നിന്റെ ദീനു വേണ്ടി ആ പ്രവർത്തകന്മാർ ചെയ്ത മുഴുവൻ ഖിദ്മത്തുകളും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഒന്നും ദുനിയാവിന് വേണ്ടി ആക്കിക്കളയരുത് റഹ്മാന്. നിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് ഈ സദസ്സ്, ഇതിനു വേണ്ടിയുള്ള അധ്വാനവും നീ സബബാക്കണേ അല്ലാഹ്. ഞങ്ങളെ പ്രവർത്തകർ
സഹോദരന്മാരിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, ചില കുടുക്കുകളിൽ പെടുന്നപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, എല്ലാ തടസ്സങ്ങളും പ്രതിസന്ധികളും നിന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് പരിഹരിക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അവസാനിക്കുന്ന സമയം ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ച് നിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട മുഖവും കണ്ട് നിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ശുഹദാക്കളെല്ലാം സ്വീകരിക്കുന്ന നിലക്ക് സന്തോഷത്തിന്റെ മരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ എല്ലാവരുടെ ഖബറും നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്, ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് നൽകണേ റഹ്മാനെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. സഹോദരങ്ങളെ, ഇന്ന് തുടക്ക ദിവസമായതുകൊണ്ട് കുറച്ചൊന്ന് വൈകിയിട്ടുണ്ട്. 8 മണിക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രഭാഷണം തുടങ്ങിയത് 8 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് കുറച്ച് നമ്മൾ ഇന്ന് ഒരു 1/4 മണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റ് വൈകിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. നാളെ കൃത്യം ഇൻഷാ അല്ലാഹ് 10 മണിക്ക് തന്നെ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാ ആളുകളും നേരത്തെ തന്നെ നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരണം. മറ്റന്നാൾ നമ്മുടെ സദസ്സിന്റെ